ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലായ ക്രിയേറ്റീവ് വൈബിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും യൂട്യൂബ് തുടങ്ങുന്നത് ഒരു സ്വപ്നമായിട്ടാണ് അല്ലേ? നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ലക്ഷക്കണക്കിന്, ചിലപ്പോൾ കോടിക്കണക്കിന് ആളുകൾ കാണുന്നത് ആണ് നമ്മുടെ ആ ഒരു വലിയൊരു ആഗ്രഹം അല്ലേ? ആ കമൻറ്റ് സെക്ഷൻ നിറയെ പോസിറ്റീവ് മെസ്സേജുകൾ, ആ ഒരു വൈറൽ മൊമെൻറ്റ്, അത് സത്യം പറഞ്ഞാൽ ഒരു യൂട്യൂബറുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, റൈറ്റ്? എന്നാൽ ആ സ്വപ്നം ഒരു സ്വപ്നമായി മാത്രം ഒതുങ്ങി പോവാണോ? നിങ്ങൾ വിചാരിക്കുന്ന അത്രയും വ്യൂസ് കിട്ടുന്നില്ലേ? ഒരു വീഡിയോ എങ്ങനെയെങ്കിലും വൈറലായാൽ മതി എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത് ഒരു വീഡിയോ വൈറലാക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 മാജിക് ടിപ്സാണ്. ഈ 5 കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്കും വൈറലാകാനുള്ള സാധ്യതകൾ ഒരുപാട് വർദ്ധിക്കും. ഇത് തിയറി മാത്രമല്ല, ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതുമായിട്ടുള്ള പ്രായോഗിക കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ പോയിന്റ് 1, മാഗ്നറ്റ് ഹുക്ക്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്, ഇതിന് ഞാൻ മാഗ്നറ്റ് ഹുക്ക് എന്നാണ് പറയുന്നത്. എന്താ ഈ മാഗ്നറ്റ് ഹുക്ക്? നിങ്ങളുടെ വീഡിയോയുടെ ആദ്യത്തെ 15 സെക്കൻഡ്, ഇത് നിങ്ങളുടെ വീഡിയോയുടെ ജീവനും മരണവുമാണ്. ആളുകൾ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോസ് കാണും. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യ 15 സെക്കൻഡിനുള്ളിൽ അവരെ നിങ്ങൾക്ക് ആകർഷിക്കാൻ പറ്റിയില്ലെങ്കിൽ, വീഡിയോയുടെ ക്വാളിറ്റി അവരെ അട്രാക്ട് ചെയ്യിക്കാൻ പറ്റിയില്ലെങ്കിൽ, അവർ എൻഗേജ് ചെയ്യിക്കാൻ പറ്റിയില്ലെങ്കിൽ, അവർ അടുത്ത വീഡിയോയിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകും. അവിടെ തീർന്നു നമ്മുടെ എല്ലാവരുടെയും കളി. എങ്ങനെ ഈ മാഗ്നറ്റ് ഹുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ആളുകളുടെ മനസ്സിലുള്ള ഒരു ചോദ്യം ചോദിക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളുടെ ജീവിതം മാറി മറിക്കാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കണ്ടോ? അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ അവിടെ ഇരുന്ന് പോകും, റൈറ്റ്? അപ്പോൾ ആദ്യം നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, ഓർ നിങ്ങൾക്കൊരു സർപ്രൈസ് ഫാക്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സത്യം അല്ലെങ്കിൽ ഒരു ഡാറ്റ നമ്മൾ അവതരിപ്പിക്കാം. നമ്മളിൽ 90% ആളുകളും യൂട്യൂബിൽ ചെയ്യുന്നത് ഈ തെറ്റാണ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് കേൾക്കാൻ താല്പര്യം വരും അല്ലേ? നിങ്ങളും ഞെട്ടിയില്ലേ ഞാൻ എന്തോ ഒരു കാര്യം പറയാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട്? അപ്പോൾ ഇങ്ങനെ ഒരു സർപ്രൈസ് ഫാക്റ്റ് പറയുകയാണെങ്കിൽ അതും അവരെന്നെ അതിൽ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ വീഡിയോയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം, ഒരു ത്രില്ലിംഗ് മൊമെൻറ്റ്, ഒരു ചെറിയ ക്ലിപ്പായിട്ട് ഇൻട്രോയിൽ കാണിക്കും. നിങ്ങളിപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ഈ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും അല്ലാത്തതുമായിട്ടുള്ള വീഡിയോസ്. അപ്പോൾ ചില ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിൻ്റെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ആയിട്ട് അവർ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഈ ഇൻ്റർവ്യൂവിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഈ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളൊന്നും നന്നായിട്ട് കാണാൻ വേണ്ടി നമ്മൾ ആ ഇൻ്റർവ്യൂ മൊത്തം ഇരുന്ന് കാണും അല്ലേ? നമ്മൾ ആക്ടർ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂസ് കണ്ടിട്ടില്ലേ? സ്റ്റാർട്ടിങ്ങിൽ ആളുടെ കുറേ തക്സും കാര്യങ്ങളൊക്കെ പറയുന്ന കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ഇട്ടിട്ട് വലിയ നമ്മുടെ ഇൻ്റർവ്യൂവിൽ എല്ലാവരും ഇൻ്റർവ്യൂ ഇരുന്ന് കണ്ടുപോകും അല്ലേ? അപ്പം അങ്ങനത്തെ കുഞ്ഞ് സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കുഞ്ഞ് ത്രില്ലിംഗ് മൊമെൻ്റ് പോലെ കുഞ്ഞ് ചെറിയ ക്ലിപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ ആദ്യം ഇടാം. അല്ലെങ്കിൽ പിന്നെ ഉള്ളത്, എന്തെങ്കിലും പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ, അതിൻ്റെ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ എന്താണ് ഈ പ്രശ്നം, നമ്മൾ ആ പ്രശ്നം അവതരിപ്പിക്കാം. ഓക്കെ, എന്നിട്ട് ഇതിനുള്ള പരിഹാരം ഈ വീഡിയോയിലുണ്ട് എന്ന് ഒരു പ്രോമിസ് പോലെ കൊടുക്കുന്നൊക്കെ രീതിയിൽ ശരിക്കും അത് ഉണ്ടാവണം കേട്ടോ. അങ്ങനത്തെ വീഡിയോസ് ഉണ്ടാക്കാം. ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ആദ്യം പറയാം, എന്നിട്ട് ഈ വീഡിയോ അതിനൊരു പരിഹാരം നൽകുമെന്ന് ഉറപ്പ് പറയാം. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം ഈ 15 സെക്കൻഡാണ് നിങ്ങളുടെ ഡോർ എന്ന് പറയുന്നത്. അത് അട്രാക്റ്റീവ് ആക്കാൻ പറ്റുവാണെങ്കിൽ, അത് തുറന്നാൽ മാത്രമേ ഇത് അട്രാക്റ്റീവ് ആയാലാണ് ആളുകൾ തുറക്കുള്ളൂ അല്ലേ? അപ്പോൾ അത് തുറന്നു കഴിഞ്ഞാലേ ആളുകൾ വരുള്ളൂ അകത്തേക്ക്, റൈറ്റ്? അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയിന്റ് പറയാനുള്ളത്, മാഗ്നറ്റ് ഹുക്ക്. രണ്ടാമത്തെ പോയിന്റ്, ഇത് പറയാൻ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ചെയ്യാൻ അത്ര എളുപ്പമല്ല. മൂല്യവും നിലവാരവും. നിങ്ങളുടെ കണ്ടന്റ് ആണ് ഇവിടെ കിങ്. നിങ്ങൾ എന്ത് ടോപ്പിക്ക് ചെയ്താലും അതിൽ കാഴ്ചക്കാർക്ക് എന്തെങ്കിലും മൂല്യം ലഭിക്കണം അല്ലേ? എന്തെങ്കിലും സംതിങ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യൂവേഴ്സിന് കിട്ടണം, റൈറ്റ്? അപ്പോൾ ആളുകൾക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണോ? വിജ്ഞാനമായിരിക്കാം, അല്ലെങ്കിൽ ചിരിപ്പിക്കുന്നതോ സന്തോഷിപ്പിക്കുന്നതോ എൻ്റർടൈൻമെൻറ്റ് പോലെ വല്ലതും ആയിരിക്കാം. നല്ല ചിന്തകൾ നൽകി അവരെ മുന്നോട്ട് നയിക്കുന്നതായിരിക്കാം, മോട്ടിവേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് ആയിരിക്കണം, ആളുകൾ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണിച്ചു കൊടുക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഒരു എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീഡിയോയിൽ ഉണ്ടാകണം. വെറുതെ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. ആളുകൾക്ക് ഉപകാരപ്പെടുന്ന, അവരെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന കണ്ടന്റ് ആയിരിക്കണം. ഓക്കെ, ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ആരും അങ്ങനെ പറയാറില്ല. ഇതാണ് യൂട്യൂബിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അല്ലേ? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ, ഈ യൂട്യൂബ് ബിഗിൻ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിൽ, ആൾക്കാരൊക്കെ കണ്ടുപിടിച്ച് വരുന്ന അല്ലെങ്കിൽ റിയലൈസ് ചെയ്ത് വരുന്ന ഒരു ടൈമിലൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്തിട്ടാലും ആളുകൾ കാണുമായിരുന്നു. കാരണം വീഡിയോസൊന്നും അധികം ഉണ്ടായിരുന്നില്ല, ക്രിയേറ്റേഴ്സും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് ഒരുപാട് ക്രിയേറ്റേഴ്സാണ്, ഒരുപാട് നല്ല നല്ല ക്വാളിറ്റി വീഡിയോസാണ്. അപ്പോൾ അതിൽ നിന്നും എന്തുകൊണ്ട് നമ്മളതിനെ എടുക്കുന്നത് എന്നുള്ളതിൽ ഒരു ഡിഫറൻസ്, എന്തെങ്കിലും ഒരു യൂണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ ശരിക്കും വ്യൂവേഴ്സ് കൂടുന്നതും ഇംപ്രഷൻസ് വരുന്നതൊക്കെ ശരിക്കും നമ്മുടെ ഇടുന്ന വീഡിയോയുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. പക്ഷേ ചിലർക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിലും വ്യൂവേഴ്സ് വരില്ല. അത് അൽഗോരിതം മനസ്സിലാക്കാത്തതിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ പിന്നീടുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ ക്വാളിറ്റി, ഇതിനർത്ഥം ലക്ഷങ്ങൾ മുടക്കി നമ്മൾ ക്യാമറ വാങ്ങണം, ബാക്കി എഡിറ്റിംഗ് ചെയ്യണം എന്നൊക്കെയൊന്നുമല്ല. നിങ്ങൾ പറയുന്നത് വ്യക്തമായി കേൾക്കാൻ പറ്റണം. ഇപ്പോൾ നിങ്ങൾ ചിലരുടെ വീഡിയോസിൽ മുഖം കാണിക്കുന്നുണ്ടായിരിക്കും, അപ്പോൾ മുഖം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ.
ഓക്കെ, ബോറടിപ്പിക്കാത്ത എഡിറ്റിംഗ് ആയിരിക്കണം. ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക. ഒരു വീഡിയോയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ വ്യൂവേഴ്സിനെ പിടിച്ചിരുത്താൻ സഹായിക്കുന്ന രീതിയിൽ എഡിറ്റിംഗ് ചെയ്യുക. അതിപ്പോൾ ഭയങ്കര ഇൻറ്റൻസീവായിട്ട് ചെയ്യണമെന്നില്ല, ചെറിയ രീതിയിൽ തന്നെ. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ള രീതിയിലൊക്കെ തന്നെ, ഞാനിപ്പോൾ വലിയ എഡിറ്ററൊന്നുമല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലേ. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ക്ലിപ്സൊക്കെ ഞാൻ പറയുന്നതിനനുസൃതമായിട്ടുള്ള ക്ലിപ്സ് ഗ്യാദർ ചെയ്യുന്നു, അതിനെ ഞാൻ പറയുന്ന ഓഡിയോ ആയിട്ട് അലൈൻ ചെയ്യുന്നു എന്ന് മാത്രം അല്ലേ. അപ്പോൾ ആൾക്കാർ ബോറടിപ്പിക്കാത്ത രീതിയിലുള്ള എഡിറ്റിംഗ് ആയിരിക്കുക. കണ്ടന്റ് നല്ലതാണെങ്കിൽ ആളുകൾ അത് ഷെയർ ചെയ്യും, കൂടുതൽ ആളുകളിലേക്ക് അത് എത്തും ചെയ്യും. അതുകൊണ്ട് എത്ര വീഡിയോ ചെയ്താലും അതിലൊരു ക്വാളിറ്റി, ഒരു മൂല്യം അല്ലെങ്കിൽ ഒരു മികച്ച നിലവാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്താം. നൗ പോയിന്റ് 3, മൂന്നാമത്തെ പോയിന്റ്. ഇത് പലരും ശ്രദ്ധിക്കാത്ത ഒന്നാണ്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. നിങ്ങളുടെ വീഡിയോയുടെ തംബ്നെയിലും ടൈറ്റിലും ആണത്. ആളുകൾ നിങ്ങളുടെ വീഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്യുന്നത് ഈ 2 കാര്യങ്ങൾ കണ്ടിട്ടാണ്, ടൈറ്റിലും തംബ്നെയിലും. അപ്പോൾ ഒരു നല്ല തംബ്നെയിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, തംബ്നെയിലിൽ അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അത് വായിക്കുമ്പോൾ മനസ്സിലാവണം. അല്ലെങ്കിൽ ആളുകളിൽ കൗതുകം ഉണർത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും, എന്താണ് ഈ വീഡിയോയിൽ എന്നറിയാൻ ഒരു ആകാംക്ഷ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ടൈറ്റിലാവാം അല്ലെങ്കിൽ തംബ്നെയിലാവാം. തംബ്നെയിലിൽ കൂടുതൽ എഴുതാൻ പാടില്ല, പ്രധാനപ്പെട്ട വാക്കുകൾ മാത്രം. നിങ്ങൾ ഇൻ്റർവ്യൂസൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഈ ഇൻ്റർവ്യൂവി പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു സെൻറ്റൻസ് ഒക്കെ ഇട്ടിട്ടായിരിക്കും അവർ തംബ്നെയിലിൽ ഇടുന്നുണ്ടായിരിക്കുക. അവർ ആ ലൈന് എവിടെയെങ്കിലും ലിറ്ററലി പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കാണാൻ വേണ്ടി മാത്രമായിരിക്കും ഒരുപാട് പേര് ഇൻ്റർവ്യൂ ക്ലിക്ക് ചെയ്യുന്നുണ്ടാവുക അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വിപരീതമാവാനും പാടില്ല. ആ തംബ്നെയിലുള്ളതോ അല്ലെങ്കിൽ ടൈറ്റിലുള്ള കാര്യം നമ്മുടെ വീഡിയോയുടെ കോണ്ടന്റിൽ ഉണ്ടായിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ തംബ്നെയിലിൽ കൂടുതൽ എഴുതാൻ പാടില്ല, പ്രധാനപ്പെട്ട വാക്കുകൾ മാത്രം നിങ്ങൾ ഉപയോഗിക്കാം. നിങ്ങളുടെ മുഖം തംബ്നെയിലിൽ ഉപയോഗിക്കുന്നത് ആളുകൾക്ക് നിങ്ങളായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. പക്ഷെ അത് നിർബന്ധമില്ല. ആസ് യു ക്യാൻ സീ, ഞാൻ എൻ്റെ മുഖം കാണിച്ചിട്ടില്ല. നിങ്ങളുടെ മുഖഭാവങ്ങൾ ഉപയോഗിച്ച് ആൾക്കാർക്ക് കൗതുകം ഉണ്ടാക്കാം. നിങ്ങൾ തന്നെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഷോക്കിംഗ് ആയിട്ട് നിൽക്കുന്ന, ദിസ് ഇസ് ദ 5 ഷോക്കിംഗ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന കുറേ പേരുടെ ഒക്കെ മുഖം വെച്ചിട്ട് തംബ്നെയിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം ചാനലാണെങ്കിൽ നിങ്ങളുടെ തന്നെ മുഖം വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ടൈറ്റിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആളുകൾ യൂട്യൂബിൽ തിരയാൻ സാധ്യതയുള്ള വാക്കുകൾ ടൈറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കണം. ഉദാഹരണത്തിന് യൂട്യൂബ് ഗ്രോത്ത് അല്ലേ, മലയാളം ട്യൂട്ടോറിയൽ, ഏൺ മണി ഓൺലൈൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആൾക്കാർ വലിയ സെൻറ്റൻസ് ഒന്നും യൂട്യൂബിൽ അടിക്കാൻ പോവില്ല, അടിക്കുന്നവരുണ്ടായിരിക്കും. എന്നാലും വലിയ സെൻറ്റൻസ് ഒന്നും അടിക്കാതെ ചെറിയ സാധനങ്ങളായിരിക്കും നമ്മൾ നോക്കുക. ഈ വീഡിയോ നിങ്ങൾ കാണാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീഡിയോ എങ്ങനെ വൈറലാക്കാം, ഹൗ ടു മേക്ക് വീഡിയോസ് വൈറൽ അല്ലെങ്കിൽ വീഡിയോസ് വൈറൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ യൂട്യൂബ് ഗ്രോത്ത് മലയാളം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ കാണുമായിരിക്കും ഈ ഒരു വീഡിയോ അല്ലേ. അപ്പം നമ്മൾ കീവേഡ്സ് യൂസ് ചെയ്യാനായിട്ട് പഠിക്കാം. ഇതാണ് കീവേഡ്സ്. അപ്പോൾ ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കാൻ ചാൻസ് ഉള്ള വേർഡ്സിനെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കീവേഡ്സ് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ക്ലിക്ക് ബേറ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽസ് ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവും. ഈ രഹസ്യം ആരും പറയില്ല, നിങ്ങളുടെ ജീവിതം മാറും എന്നൊക്കെ കൊടുക്കണമെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അത് കാണുമ്പോൾ എന്താപ്പാ ഈ രഹസ്യം, എന്താ എനിക്കിപ്പോൾ അറിയാത്ത രഹസ്യം, എൻ്റെ ജീവിതം ഇനി എങ്ങനെ ഇനിയിപ്പോൾ മാറാൻ പോകണേ, അങ്ങനെ ചിന്തിച്ച ആൾക്കാർ വീഡിയോസ് ക്ലിക്ക് ചെയ്യും. റൈറ്റ്, സോ അങ്ങനത്തെ ക്ലിക്ക് ബേറ്റ് കാര്യങ്ങൾ ഓക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓവർ ആവരുത് കേട്ടോ. കാരണം ഇപ്പോൾ യൂട്യൂബിൻ്റെ പോളിസിയൊക്കെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ടൈറ്റിലും വീഡിയോയുമായിട്ട് ബന്ധം ഉണ്ടാവണം. ഓക്കെ, വെറുതെ ക്ലിക്ക് ബേറ്റിന് വേണ്ടി മാത്രം ഇട്ടിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അത് മോണിറ്റൈസ്ഡ് ഒക്കെ ആക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ്, നമ്പേഴ്സ് ഉപയോഗിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കാര്യങ്ങൾ 10 വഴികൾ എന്നൊക്കെ കൊടുക്കുമ്പോൾ ആളുകൾക്ക് ഒരു വ്യക്തത കിട്ടും, എത്ര സമയം കൊണ്ട് എന്താണ് പഠിക്കാൻ പോകണേന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പേഴ്സ് ടൈറ്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവും. ഓക്കെ, എൻ്റെ ഈ വീഡിയോയുടെ ടൈറ്റിൽ എന്തായിരുന്നു, നിങ്ങൾക്ക് വീഡിയോ വൈറലാക്കാനായിട്ട് 5 കാര്യങ്ങൾ എന്താണ്. അപ്പോൾ നിങ്ങളിത് കണ്ടോ, അപ്പോൾ 5 കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഈ 5 കാര്യങ്ങൾ എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെ നമ്പേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ഫൈൻ. അപ്പോൾ നിങ്ങൾ എത്ര നല്ല വീഡിയോ ചെയ്താലും ഒരു നല്ല തംബ്നെയിലും ടൈറ്റിലും ഇല്ലെങ്കിൽ ആരും അത് ക്ലിക്ക് ചെയ്യില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്കും നല്ല സമയം കണ്ടെത്തണം. ഓക്കെ, നെക്സ്റ്റ്, 4ാമത്തെ പോയിന്റ്. ഇത് യൂട്യൂബ് അൽഗോരിതം ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറയും. ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെ, ഇത് കാണുന്നവരെ ഓഡിയൻസിന് നിലനിർത്തുക എന്നാണ് ഇതിന് അർത്ഥം വരുന്നത്. ഓഡിയൻസ് റിട്ടൻഷൻ. ഓക്കെ, അതായത് നിങ്ങളുടെ വീഡിയോ എത്രത്തോളം ആളുകൾ കാണുന്നു എന്നാണ് ഇതിൻ്റെ കണക്ക്. ഒരു 10 മിനിറ്റ് വീഡിയോയിൽ ആളുകൾ 8 മിനിറ്റ് കണ്ടാൽ യൂട്യൂബ് മനസ്സിലാക്കും ഇത് നല്ല കണ്ടന്റ് ആണ് അല്ലേ, കൂടുതൽ ആളുകളിലേക്ക് അത് റെക്കമെൻഡ് ചെയ്യും. എങ്ങനെ പ്രേക്ഷകരെ വീഡിയോയിൽ നിലനിർത്താം, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വീഡിയോയുടെ വേഗത കൃത്യമായിരിക്കണം. വളരെ പതുക്കെ ആയാൽ ബോറടിക്കും അല്ലേ, വളരെ വേഗത്തിലായാലോ അതൊട്ട് മനസ്സിലാവില്ല. അപ്പോൾ ഒരു കഥ പറയുന്ന പോലെ നിങ്ങളുടെ കണ്ടന്റ് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ ഈ കഥ പറയുന്നത് പോലെ ആണെന്നുള്ളത് എനിക്ക് സംശയമാണ്. എന്നിരുന്നാലും അങ്ങനെ ബെറ്ററായി പറയാൻ പറ്റുവാണെങ്കിൽ, എനിക്കിപ്പോൾ ബെറ്ററായിട്ട് സംസാരിക്കാൻ അറിയില്ല, എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഇച്ചിരി റിയൽ ആവാണ്. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് ഈ കഥ പറയണക്ക് പോലെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആൾക്കാരെ എൻഗേജ് ചെയ്യിക്കാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് എഡിറ്റിങ്ങിൽ ഇത് വളരെ പ്രധാനമാണ്. ആവശ്യമില്ലാത്ത ഗ്യാപ്പുകളൊക്കെ ഉണ്ടല്ലോ, അത് എടുത്ത് കളയാം. അനാവശ്യ സംഭാഷണങ്ങൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ തന്നെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഈ വീഡിയോയിൽ ആവശ്യമുള്ള ഭാഗങ്ങളേ ഉള്ളൂ. കാരണം ഞാൻ ഒരുപാട് മിസ്റ്റേക്സിൻ്റെ ഇടയിൽ വരുത്തിയിട്ടുണ്ട്.
പ്രൊണൗൺസിയേഷൻ പ്രോബ്ലവും ചില സമയത്ത് വിക്കൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എടുത്ത് മാറ്റിക്കളയാം. ആൾക്കാരുടെ ടൈം പോവല്ല, ടൈം ഇസ് മണി എന്നല്ല നമ്മൾ പറയാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സസ്പെൻസ് നിലനിർത്താം. അടുത്തത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ വീഡിയോയിലുടനീളം നമ്മൾ നിലനിർത്താനായിട്ട് ശ്രമിക്കുകയാണ്. പിന്നെയുള്ളത് വെറുതെ നിങ്ങളുടെ മുഖം മാത്രം കാണിക്കാണ്ട് വിഷയമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വീഡിയോ ക്ലിപ്പുകൾ, ഗ്രാഫിക്സുകൾ എന്നിവയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആൾക്കാർക്ക് കാണാനൊക്കെ ആയിട്ട് രസം തോന്നും. ഓക്കെ. പിന്നെയുള്ളത് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാം. വീഡിയോയുടെ ഇടയ്ക്ക് പ്രേക്ഷകരോട് ചോദ്യങ്ങൾ ചോദിച്ച് ഇവരെ ഉൾപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ കണ്ടന്റ് ആളുകളെ ആകർഷിച്ചാൽ അവർ വീഡിയോ മുഴുവൻ കാണും. ഇത് യൂട്യൂബ് അൽഗോരിതത്തിന് ഒരു പോസിറ്റീവ് സിഗ്നലും കൂടി നൽകും. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, അവസാനത്തെ 5ാമത്തെ പോയിന്റ് ആണ് യൂട്യൂബ് അൽഗോരിതം. ഇതിനെ പലരും ഒരു പേടി സ്വപ്നമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇത് നമ്മുടെ ഒരു സുഹൃത്തിന് പോലെയാണ്. അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഫേവറബിൾ ആക്കാം, അനുകൂലമാക്കാൻ പറ്റും. യൂട്യൂബ് അൽഗോരിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താ? ആളുകളെ യൂട്യൂബിൽ കൂടുതൽ സമയം നിലനിർത്തുക. എന്നാലാണ് അവർക്ക് വല്ല ഉപയോഗം ഉണ്ടാവുള്ളൂ, യൂട്യൂബ് കമ്പനിക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി അവർ നല്ല കണ്ടന്റുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. ആഴ്ചയിലൊരു വീഡിയോ ആണെങ്കിൽ അത് മുടങ്ങാണ്ട് ചെയ്യാം. ചെറിയ ചാനൽക്കാർക്കാട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ശ്രദ്ധ കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. നമുക്ക് ശ്രദ്ധയൊക്കെ കിട്ടി ഭയങ്കര ഫേമസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പേസ് ആഴ്ചയിലൊരിക്കൽ എന്നൊക്കെ നമ്മൾ ആഴ്ചയിലൊരിക്കലായിരിക്കാം, അപ്പോൾ വേണമെങ്കിൽ 2 ആഴ്ചയിലൊരിക്കലൊക്കെ ആക്കി കഴിഞ്ഞാലും ആളുകൾ നമ്മുടെ വീഡിയോസ് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ വീണ്ടും തിരഞ്ഞു പിടിച്ച് വന്ന് കണ്ടോളും. ഓക്കെ. അപ്പോൾ ആഴ്ചയിലൊരു വീഡിയോ ആണെങ്കിൽ അത് മുടങ്ങാണ്ട് ചെയ്യാം. നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾക്കൊക്കെ മറുപടി നൽകുക. ലൈക്കുകൾ, ഷെയറുകൾ, അതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു കമൻറ്റ് വരുമ്പോൾ അതിന് ഒരു ഹാർട്ട് റിയാക്ഷൻ കൊടുക്കുക. അതൊക്കെ എൻഗേജ്മെൻ്റ് ആണ്. ഞാനിപ്പോൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റിന് ഒന്നും കൊടുത്തില്ലെങ്കിൽ, ഞാൻ ഹാർട്ട് ഇട്ട് തന്നില്ല, ഞാൻ തിരിച്ച് റിപ്ലൈ തരുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ വിചാരിക്കുന്നത് എന്താ അഹങ്കാരിയാണ്, വെറുതെ ഒന്ന് തിരിച്ച് നിങ്ങൾ ഹാർട്ട് ഇട്ട് തന്നൂടെ അല്ലെങ്കിൽ റിപ്ലൈ ചെയ്തുകൂടെ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും അല്ലേ? ശരിയാണ്, നിങ്ങൾ കാരണമാണ് ഈ ഒരു ചാനൽ തന്നെ ഇത്ര ഗ്രോത്ത് ആയത്. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പിന്നെ എന്നോടുള്ള ഒരു വിരോധം, ഈ ചാനലിനോടുള്ള വിരോധമൊക്കെ വരും. പിന്നെ പിന്നെ തൊട്ടിട്ട് ഞാൻ ഈ ചാനൽ കാണില്ല, അൺസബ്സ്ക്രൈബ് ചെയ്യാണ് എന്നൊക്കെ പറയും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? അവരെ എൻഗേജ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ നിങ്ങളുടെ വീഡിയോ എത്ര സമയം കാണുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് റിട്ടൻഷൻ എന്ത് ചെയ്യുക? കുറച്ചുകൂടി ബെറ്റർ ആക്കുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഓഡിയൻസ് റിട്ടൻഷൻ്റെ ഭാഗം കാണാൻ പറ്റും. ഓരോ വീഡിയോയുടെയും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓഡിയൻസ് റിട്ടൻഷൻ കാണാൻ പറ്റും. അത് ഇട്ട ദിവസം കാണാൻ പറ്റില്ല, 24 മണിക്കൂറൊക്കെ കഴിയണമെന്ന് തോന്നുന്നു. 1-2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഓഡിയൻസ് റിട്ടൻഷൻ വരിക. അപ്പോൾ അവിടെ കാണാൻ പറ്റും ഏത് മിനിറ്റിലാണ് ആൾക്കാർ പോയിട്ടുള്ളത്, ഈ വീഡിയോ എവിടെ നിന്നിട്ട് എവിടെ വരെയാണ് ആൾക്കാർ കണ്ടിട്ടുള്ളത്, എവിടെ നിന്നാണ് ആൾക്കാരുടെ ഇൻട്രസ്റ്റ് പോയത് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ്, ക്ലിക്ക് ത്രൂ റേറ്റ്. അത് കൂട്ടുക. എന്ത് ക്ലിക്ക് ത്രൂ റേറ്റ്? നിങ്ങളുടെ തംബ്നെയിലും ടൈറ്റിലും എത്രത്തോളം ആളുകൾ ആകർഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ആൾക്കാർ നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്യണമല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ എൻ്റെ തംബ്നെയിലും ടൈറ്റിലും കണ്ടു, റൈറ്റ്? അപ്പോൾ ആ കാണുന്നതിനെയാണ്, നിങ്ങളുടെ മുന്നിൽ അത് ഷോക്കേസ് ചെയ്യുന്നതിനെയാണ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ആൾക്കാരെ ക്ലിക്ക് ചെയ്യണ്ടേ? ആൾക്കാരെ ക്ലിക്ക് ചെയ്താലാണോ വീഡിയോ ഓപ്പൺ ആവുക? നല്ല വീഡിയോ കാണാൻ പറ്റുള്ളൂ ആൾക്കാർക്ക്. അപ്പോൾ അതിനെയാണ് ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ തംബ്നെയിലും ടൈറ്റിലും ബെറ്റർ ആക്കണം, റൈറ്റ്? സോ CTR കൂട്ടാൻ നോക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ യൂട്യൂബ് അൽഗോരിതം നിങ്ങളുടെ വീഡിയോകളെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും, ഉറപ്പാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കണം. ഒരു വീഡിയോ വൈറലാകാൻ ഇത് മാത്രം മതി എന്ന് പറയുമ്പോൾ ഇത് എളുപ്പമാണെന്ന് അർത്ഥമാക്കുന്നില്ല. ഓക്കെ. പക്ഷേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ കൃത്യമായി പരിശ്രമിച്ചാൽ നിങ്ങളുടെ യൂട്യൂബ് ജേർണിയിൽ തീർച്ചയായും വലിയ മാറ്റങ്ങളുണ്ടാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് നൽകുക, നിങ്ങളുടെ സുഹൃത്തുക്കളായ യൂട്യൂബർമാർക്ക് ഷെയർ ചെയ്യുക. യൂട്യൂബ് ഗ്രോത്തിനെ കുറിച്ചുള്ള കൂടുതൽ ടിപ്പുകൾക്കായിട്ട് എൻ്റെ ഈ പുതിയ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിനി ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് വീഡിയോ വേണ്ടതെന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു. ബൈ.